എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഹീജുവിന്റെയും സാമോന്റെയും വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. വിവാഹം കഴിഞ്ഞ് ഹീജുവിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം സാമോൻ അവളോട് ഒന്നും പറയാതെ സ്വന്തം കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്തത്. പുതിയ വീട്ടിലേക്ക് വന്നു കയറിയതുകൊണ്ട് തന്നെ ഹീജു ആദ്യം കുറച്ച് കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട്. പിന്നെ അവനെ ശ്രദ്ധിക്കാതെ അവളുടെ കാര്യങ്ങൾ ചെയ്യാനായി പോകുന്നു. അവൾ കുളിച്ച് ഫ്രഷായി ബെഡ്റൂമിലേക്ക് വന്നപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. സാമോൻ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവൻ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ റൂം ഇനി മുതൽ നിനക്ക് ഉപയോഗിക്കാം, ഞാൻ അങ്ങോട്ടേക്ക് വരികയില്ല, എന്റെ റൂമിലേക്ക് നീയും വരരുത് എന്ന് അവൻ ആദ്യമേ തന്നെ അവർക്കിടയിൽ ഒരു ലൈൻ വരച്ചിരുന്നു. തനിക്ക് വേണ്ടി ഫുഡൊന്നും റെഡിയാക്കണ്ട എന്ന് സാമോൻ ആദ്യമേ തന്നെ അവളോട് പറഞ്ഞിരുന്നെങ്കിലും അടുത്ത ദിവസം അവൻ ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും അവൾ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവൻ കഴിക്കാതെ പോകുന്നുണ്ട്. അന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് അവളോട് തുറന്നു ചോദിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ ജീവിതം മറ്റൊരു രീതിയിലായിരുന്നേനെ എന്ന് സാമോൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഹീജുവും കിഡ്നാപ്പറും സഞ്ചരിച്ചിരുന്ന വണ്ടി അവൾ കൊക്കയിലേക്ക് ഇടിച്ചിറക്കിയിരിക്കുകയാണ്. ലൊക്കേഷൻ ട്രാക്കറുടെ സഹായത്തോടെ സാമോൻ തന്നെയാണ് അവരുടെ ലൊക്കേഷൻ ആദ്യം കണ്ടെത്തിയത്. പിന്നീട് പോലീസും മറ്റു സേനാംഗങ്ങളും ഒക്കെ എത്തി തിരച്ചിൽ വിപുലമാക്കുന്നു. വണ്ടി കണ്ടെത്തിയെങ്കിലും അവരുടെ ബോഡി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഹീജുവിന്റെ ചെരുപ്പ് കണ്ടെത്തി ഡിറ്റക്റ്റീവ് സാമോനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹീജുവിന്റെ അമ്മയും ഇനിയും ഒക്കെ വിവരമറിഞ്ഞ് അവിടേക്ക് എത്തിയത്. സംഭവിച്ചത് അറിഞ്ഞതോടെ ഹീജുവിന്റെ അമ്മ വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ സാമോന്റെ അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഹീജുവിന്റെ രണ്ടാം അച്ഛൻ അയാളുടെ മകനെ എന്തിനാണ് ജീവിക്കാൻ അനുവദിച്ചത് എന്ന് ചോദിച്ച് അവിടെ നിന്നൊരു സീൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും തന്റെ അമ്മ എവിടെയെങ്കിലും കാണാത്തത് കൊണ്ട് സംശയം തോന്നി സാമോൻ അച്ഛൻ വന്ന കാറ് പോയി പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവർ അതിലും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഡിറ്റക്റ്റീവും അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കണമെങ്കിൽ അവർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് അവർ സംശയം തോന്നുന്നതിനാൽ അവർ എങ്ങോട്ടാണ് പോയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെമ്മോറിയൽ സർവീസ് നടന്ന സ്ഥലത്തെ ക്യാമറകൾ നിരീക്ഷിക്കാൻ അവൻ ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കുന്നു. തീപിടുത്തമുണ്ടായ സമയത്ത് ആ ബിൽഡിംഗിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നില്ല എന്ന് ഡിറ്റക്റ്റീവ് അവനെ അറിയിക്കുന്നു. പുറകിലത്തെ ഗേറ്റിലാണെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിലും അവിടെ റെക്കോർഡിംഗ് ഇല്ല, ലൈവായിട്ട് കാര്യങ്ങൾ കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതുവഴി അവർ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കില്ല. അവൻ അപ്പോൾ തന്നെ വീട്ടിലെത്തി അമ്മ ഉപയോഗിക്കുന്ന കാറിന്റെ ഡാഷ് ക്യാമിലെ ക്യാമറ ചെക്ക് ചെയ്യുന്നു. പക്ഷെ അതിലുണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ അക്കാര്യം ഉടൻ തന്നെ ഡിറ്റക്റ്റീവിനെ വിളിച്ചറിയിക്കുന്നു. ആ ഫുട്ടേജ് റിക്കവർ ചെയ്യാനും അവർ എവിടോട്ടാണ് ആ സമയത്ത് പോയതെന്ന് കണ്ടെത്താനും ഒക്കെ അവൻ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നത്. അവരെ കണ്ടിട്ട് അവർക്ക് ഒട്ടും വിഷമമില്ലാത്തതുകൊണ്ട് സാവൻ അവരെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ്, എന്നിട്ട് നിങ്ങൾ കരയുകയോ അങ്ങോട്ടേക്ക് വരികയോ ഒന്നും ചെയ്യാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുന്നു. സാവന്റെ ശരിക്കുള്ള അച്ഛൻ ഇത്രയും കാലം അവൻ മുത്തശ്ശൻ എന്ന് കരുതിയിരുന്ന ആളാണ് എന്നുള്ള കാര്യം അവരിപ്പോൾ തുറന്നു പറയുന്നുണ്ട്. അയാളാണല്ലോ തന്റെ മകനെ കൊന്നുവെന്ന് അന്ന് തന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു വിവരം അയാൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇതേപോലെ ഏതെങ്കിലും നദിയിൽ ഡെഡ് ബോഡി പൊങ്ങുന്ന സമയത്ത് അതെന്റെ മകനാണോ എന്ന് അറിയാനായി പലതവണ ഓടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഇനി ഇത് നിന്റെ അവസരമാണ് എന്ന് അവർ സാമനോട് പറയുന്നു. ഹീജു മിസ്സിംഗ് ആയിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അവരുടെ ബോഡിയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂരിയും സാങ്വും സാവോന്റെ ഓഫീസിലുള്ള സ്റ്റാഫും അതേപോലെ തന്നെ ഹീജുവിന്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സീനിയേഴ്സും എല്ലാം അവളെ അന്വേഷിച്ച് നദീതീരത്ത് പല ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാവോന്റെ അമ്മയ്ക്കെതിരായ അന്വേഷണം നടത്തുന്നതിനുള്ള സെർച്ച് വാറന്റിന് ഡിറ്റക്റ്റീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർ രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇതുവരെ അതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല. എങ്ങനെയാണെങ്കിലും അത് സംഘടിപ്പിച്ചെടുത്തേ പറ്റൂ എന്ന് സാവോൻ അദ്ദേഹത്തെ വീണ്ടും നിർബന്ധിക്കുന്നു. സാവോൻ അവരുടെ മകനല്ല എന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ഇനി അത് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി പത്രസമ്മേളനം നടത്തി സാവോന്റെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ മകൻ കുട്ടിക്കാലത്ത് അവന്റെ മുത്തശ്ശനൊപ്പം ഒരു നദി തീരത്ത് പോയ സമയത്ത് എങ്ങനെയോ അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് മരിക്കുകയായിരുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അവന്റെ മരണം രജിസ്റ്റർ ചെയ്തില്ല. അതിനുശേഷം ഒരു തവണ ആ സ്ഥലത്ത് പോയപ്പോൾ ദൈവനിയോഗം പോലെ അവന്റെ പ്രായത്തിലുള്ള അനാഥനായ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അവനെ ഞങ്ങൾ സ്വന്തം മകനെ പോലെ വളർത്തിയത് എന്നൊക്കെയുള്ള കഥ അദ്ദേഹം പത്രക്കാരന് മുന്നിൽ പറയുന്നു. ഈ സമയത്താണ് നിങ്ങളുടെ ശരിക്കുള്ള മകൻ ജീവനോടെ ഉണ്ടായിട്ടും നിങ്ങളെ അന്വേഷിച്ചു വരാതെ ഇപ്പോഴത്തെ സാമോനോട് എന്തിനാണ് പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് യോഗ്ജിൻ ഇതിനിടയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അന്നത്തെ അപകടത്തിന് ശേഷം ഞങ്ങളുടെ മകന്റെ മാനസിക നില ഒട്ടും ശരിയല്ല, അങ്ങനെയുള്ള അവൻ ഈ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് അയാൾ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഹോഗ്ജിൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അയാൾ പറയുന്നത് തെറ്റാണെന്ന് വാദിക്കുന്നുണ്ട്. കാരണം ഹീജുവിനെ ആദ്യം അവരുടെ മകൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അയാൾ സംസാരിക്കുന്നതൊക്കെ ആ ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആയിരുന്നതാണ്. അത് തെളിവുകളായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ദോജയും ആദ്യമായിട്ട് അയാളെ കണ്ടുമുട്ടിയതിനെ പറ്റിയൊക്കെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ദോജ ഒരു ദിവസം ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്താണ് കിഡ്നാപ്പറെ കുറച്ചു പേർ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നത് കണ്ടത്. ഒരാളോട് അന്വേഷിച്ചപ്പോൾ സ്പോക്സ് പേഴ്സണെ കാണണമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെർമിഷൻ ഇല്ലാതെയാണ് അകത്ത് കയറാൻ ശ്രമിച്ചത്. എത്ര പറഞ്ഞിട്ടും തിരികെ പോകാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയാണ് ബലമായി പുറത്താക്കേണ്ടി വന്നത് എന്നൊക്കെ അയാൾ ദോജയോട് പറഞ്ഞിരുന്നു. ദോജയെ സാമോനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാനുള്ള അവസരം നോക്കിയിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ സാമോനോട് ദേഷ്യമുള്ള മറ്റൊരാളെ കൂടി കണ്ടപ്പോൾ അയാളെ തനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് ദിവസം കിഡ്നാപ്പറെ ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയാണ് അവൻ ആ
ബംഗ്ലാവിലേക്ക് കയറി പോകുന്നതൊക്കെ ദോജ കാണാനിടയായത്. അയാൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ദോജ കരുതിയത് തന്റെ സഹോദരൻ കൊല്ലപ്പെട്ടതുപോലെ അയാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ്. അങ്ങനെ അവനും തന്നെ പോലെ പ്രതികാരം ചെയ്യാൻ നടക്കുകയായിരിക്കും എന്ന് കരുതിയാണ് ദോജെ അവനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അന്ന് അവൻ ദോജയോട് പറഞ്ഞ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരിക്കുള്ള സാമോൻ ആദ്യം താമസിച്ചിരുന്ന ആ ഫിഷിംഗ് സ്പോട്ടിലാണ് താൻ ശരിക്കും ജനിച്ചു വളർന്നത്. സാമോന്റെ മുത്തശ്ശനായ ജാങ് ഹോ അയാളുടെ പേരക്കുട്ടി കൊന്ന കുട്ടികളുടെ ഡെഡ് ബോഡിയുമായി വരുമായിരുന്നു. അങ്ങനെ ഒരു തവണ വന്നപ്പോൾ അയാളുടെ പേരക്കുട്ടിയുടെ മുഖം ഞാൻ കണ്ടു. അതിനുള്ള പണിഷ്മെന്റായി എന്നെ ആ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാണ് എന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത്. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാമോനെ അന്വേഷിച്ച് നടക്കുന്നത് എന്നൊക്കെയായിരുന്നു ദോജയുടെ ഈ മൊഴി. ഹോക്ജിൻ അവിടെ ഫോണിൽ ഓണാക്കി വെച്ചിട്ട് മൈക്കിലൂടെ എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ട് സാമോന്റെ അച്ഛൻ പെട്ടെന്ന് അത് പിടിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പിടിച്ചെടുത്താലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇത് പോലീസിന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് എന്ന് ഹോക്ജിൻ അവരെ അറിയിക്കുന്നു. മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേർ മിസ്സിംഗ് ആണ്, അവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കണമെന്നൊക്കെ സാമോന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡിറ്റക്റ്റീവും ബാക്കിയുള്ള ഓഫീസേഴ്സും കൂടി അങ്ങോട്ടേക്ക് വന്നത്. കൊലപാതക കുറ്റത്തിന് പ്രതിയെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാമോന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈജു മിസ്സിംഗ് ആയ കേസിലാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നാണ് അവർ കരുതിയത്. പക്ഷെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതല്ല കേസ് എന്നവർ അറിയുന്നത്. അവർ ആരെയോ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു വീഡിയോ ഓഫീസർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതെങ്ങനെ അവർക്ക് കിട്ടിയെന്ന് അവർ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഇൻസ്പെക്ഷൻ റൂമിൽ നിൽപ്പുണ്ടായിരുന്ന സാമോനോട് അവിടേക്ക് വരാൻ ഓഫീസർ അനുവാദം നൽകുന്നു. അങ്ങനെ സാമോൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവന്റെ മുത്തശ്ശന്റെ, അതായത് ശരിക്കുമുള്ള അവന്റെ അച്ഛന്റെ സൈൻ മാർക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു മോതിരത്തെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മോതിരം അവൻ അവർക്ക് മുന്നിൽ വെക്കുന്നു. ഈ മോതിരം മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നൽകിയിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് അത് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതിനാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരികെ ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇട്ട് കൊടുത്തിരുന്നു. ആ മോതിരത്തിനുള്ളിൽ ഒരു സീക്രട്ട് ക്യാമറ ഉണ്ടായിരുന്നു. അതാണ് ആ സംഭവം റെക്കോർഡ് ചെയ്തത്. അന്ന് അയാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവർ അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ അന്ന് ചെന്നത്. അതിനു മുമ്പ് പക്ഷെ അദ്ദേഹത്തോട് കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തന്റെ മകനെ അങ്ങനെ കൊണ്ടുപോയി കൊന്നതിന് അവസാന നിമിഷമെങ്കിലും അദ്ദേഹം ക്ഷമ പറയുമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ക്ഷമ പറയാൻ വേണ്ടി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ ജീവിതകാലം മുഴുവൻ അവനെ ഓർത്ത് വിഷമിക്കേണ്ടി വരുന്ന സാഹചര്യം ഞാൻ ഒഴിവാക്കി തരികയാണ് ചെയ്തത്, അതുകൊണ്ട് നീ എന്നോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി കൊന്ന ശേഷം അയാൾ തിരികെ തങ്ങളുടെ മകനായി കൊണ്ടുവന്നത് അയാളുടെ മകനാണ് എന്ന് തനിക്ക് മനസ്സിലായ വിവരവും അവർ ആ സമയത്ത് അയാളോട് പറഞ്ഞിരുന്നു. സാമോൻ തന്റെ മകനാണ് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവർ തലേനെ എടുത്ത് അമർത്തി ശ്വാസം മുട്ടിച്ച് അദ്ദേഹത്തെ കൊന്നത്. അന്ന് തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നതാണ്. പക്ഷെ ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നത് നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു. ഇപ്പോൾ ഈജുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി എനിക്കിത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല എന്നൊക്കെ സാമോൻ അവരോട് പറയുന്നു. എന്തായാലും അധികം വൈകാതെ ഡാഷ് ക്യാം ഫുട്ടേജ് ഒക്കെ റിക്കവർ ചെയ്ത് ഈജുവിന്റെ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടെത്തും. അതിനു മുമ്പ് നിങ്ങൾക്കത് തുറന്നു പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പറയാൻ സാമോൻ അവരോട് പറയുന്നു. ഈജു ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണല്ലോ സാമോൻ ഇത് പറയുന്നത്. നീ പറയുന്നത് പോലെ ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഞാൻ എന്തിനാണ് അവളെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണോ നീ വിശ്വസിക്കുന്നത്? എന്തിനാണ് എനിക്ക് അവളെ ഇത്രയും ദിവസം അങ്ങനെ കാത്തു വെക്കേണ്ട ആവശ്യം എന്നൊക്കെ അവർ അവനോട് ചോദിക്കുന്നു. ശരിക്കും അന്ന് ഹീജുവും കിഡ്നാപ്പർക്കും കൂടി ആക്സിഡന്റിന്റെ സ്ഥലത്ത് ആദ്യം എത്തിയത് അവരുടെ സെക്രട്ടറി ആയിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് അയാൾ അവരുടെ മകനെ തിരികെ കൊണ്ടുപോകാനായി അയാളുടെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അതിനുശേഷം ഹീജുവിനെ എന്ത് ചെയ്യണമെന്നും അവരോട് വിളിച്ച് ചോദിച്ചിരുന്നു. നിങ്ങൾ ഹീജുവിനെ കൊല്ലില്ല എന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ അനുഭവിച്ച അതേ വേദന ഞാൻ അനുഭവിക്കണമെന്ന് കുറച്ചു മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. 20 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മകൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയാതെ ഓരോ ബോഡി വെള്ളത്തിൽ പൊങ്ങി വരുമ്പോഴും നിങ്ങൾ അവനാണോ എന്നറിയാനായി ഓടി അങ്ങോട്ടേക്ക് പോയി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ? അതേപോലെ ഇനി ഹീജുവിനെ കുറിച്ച് ചിന്തിച്ച് ഞാനും വേദനിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മകനെ കൊന്ന ജാങ് ഹോയുടെ മകനായ എന്നെ എത്രത്തോളം വേദനിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വേദനിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീജുവിനെ കൊല്ലില്ല എന്ന് എനിക്കറിയാമെന്നും സാവോൻ ഈ സമയം അവരോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവരുടെ വീട്ടിലെ CCTVയുടെ ഫുട്ടേജ് ഒക്കെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഡിറ്റക്റ്റീവ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ റിക്കവർ ചെയ്തെടുത്ത ഫുട്ടേജിന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോയിൽ അവർ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു റൂമിലേക്ക് കയറി പോകുന്നതും അവിടെ ഹീജു ഇരിക്കുന്നതും ഡിറ്റക്റ്റീവ് കാണുന്നു. ശരിക്കും അവർ അവളെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവിടെ തടവിലാക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഹീജു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഫുഡൊന്നും കഴിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ യാതൊരു ഉദ്ദേശവുമില്ല. സാമോൻ ഇപ്പോൾ ഭ്രാന്തി പിടിച്ചതുപോലെ എന്നെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അവൻ എനിക്ക് വേണ്ടിയുള്ള അന്വേഷണം നിർത്തുമായിരിക്കും. ഞാൻ മരിച്ചുവെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങുമായിരിക്കും. അങ്ങനെ അവൻ അതുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ, ഏകദേശം 20 വർഷങ്ങളോളം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ പുറത്തുവിടും. അന്ന് എന്നെ കാണുമ്പോൾ സാമോൻ ഉണ്ടാവാൻ പോകുന്ന ഫീലിംഗ് എങ്ങനെയായിരിക്കും? ഇത്രയും നാളും തന്റെ പ്രിയപ്പെട്ടവൾ ജീവനോടെ ഉണ്ടായിരുന്നിട്ടും അവൾ മരിച്ചുവെന്ന് കരുതി താൻ അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്കൊപ്പം തങ്ങളുടെ നല്ല സമയം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നോർത്ത് അവൻ ജീവിതകാലം മുഴുവൻ വിഷമിക്കും. അതൊക്കെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അതുകൊണ്ട് തന്നെ എനിക്കിനി ജീവിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് ഹീജു അവരോട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് സാമോൻ ഇപ്പോൾ ജയിലിൽ വെച്ചും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അവരുടെ ഉദ്ദേശം അത് തന്നെയാണ് എന്ന് അവനും മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഡിറ്റക്റ്റീവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഹിജുവിനെ കണ്ടെത്തിയെന്ന് അറിയിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി അവളുള്ള സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് സാവോന്റെ അമ്മ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പിടിയിലാവുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറി മിന്നിനെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാവോന്റെ മുത്തശ്ശൻ താമസിച്ചിരുന്ന വീട്ടിൽ അദ്ദേഹത്തിന്റെ വലിയൊരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ശരിക്കും അതിന് പിന്നിലായി ഒരു സീക്രട്ട് നിലവറയാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിലാണ് ഹീജുവിനെ തടവിലാക്കിയിരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകനെ രക്ഷിക്കണം, ഹീജുവിനെ കൊല്ലണമെന്നായിരുന്നു സാവോന്റെ അമ്മ അയാൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. താഴെ ശരിക്കും 2 റൂമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു റൂം തുറന്ന് അയാൾ അകത്തേക്ക് ചെല്ലുന്നു. അവിടെയാണ് ഹീജു ഉള്ളത്. അയാളുടെ വരവൊക്കെ കണ്ടപ്പോൾ അവളെ കൊല്ലാനാണോ അയാൾ തുടങ്ങുന്നതെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിലും അവളെ തട്ടി ഉണർത്തിയിട്ട് അവളെ ഓടി രക്ഷപ്പെട്ടോളാൻ അയാൾ പറയുന്നു. അങ്ങനെ ഹീജു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. സാവോൻ ഈ സമയം അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീജുവിനെ തടവിലിട്ടിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള റൂമിൽ തന്നെ ശരിക്കുള്ള സാവോനെയും തടവിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്രട്ടറി മിൻ ആ ഡോർ തുറക്കാൻ തയ്യാറാവുന്നില്ല. വാതിൽ തുറക്കാൻ പറഞ്ഞ അവൻ അതിനുള്ളിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വാതിൽ തുറക്കുന്നതിന് പകരം അദ്ദേഹം അതൊന്നുകൂടി ബലമായി വലിയൊരു പൂട്ടുകൊണ്ട് ശക്തമായി പൂട്ടിയിടുകയാണ് ചെയ്തത്. അതിനുശേഷം തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് തൊട്ട് പിറകിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സാവോന്റെ അച്ഛനെ അദ്ദേഹം കാണുന്നത്. ഭാര്യ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ സമയത്ത് അവർ സെക്രട്ടറി മിന്നിനെ നോക്കുന്നത് അയാൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം മിന്നിനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയതാണ്. തന്റെ മകനെ കൊന്ന് ഈ പ്രശ്നത്തിനൊരു അവസാനം ഉണ്ടാക്കാമെന്ന് കരുതി വാതിൽ തുറക്കാൻ അയാൾ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നു. ഹീജു ഈ സമയം നടന്ന് റോഡിനരികിലെത്തിയിരുന്നു. ആ സമയത്താണ് സാവോന്റെ വണ്ടി അതുവഴി പാസ് ചെയ്ത് പോകുന്നത് അവൾ കണ്ടത്. പക്ഷെ അവൻ അപകടത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പേടിച്ച് പുറകിലേക്ക് നീങ്ങുന്നതിനിടയിൽ അവൾ അബദ്ധത്തിൽ കാൽ തെറ്റി മറിഞ്ഞ് വീണ് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. നിലവറയുടെ ഇടയിൽ ഈ സമയം കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരുന്നു. മകനെ പുറത്തിറക്കിയതോടെ ആ സൈക്കോ സെക്രട്ടറി മിന്നിനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ഇപ്പോൾ അച്ഛന്റെ കയ്യിലിരിക്കുന്ന തോക്ക് പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ തോക്കിന് വേണ്ടി 2 പേരും കൂടി പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് അവൻ ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മകനോടുള്ള വാത്സല്യം അയാളുടെ മനസ്സിലേക്ക് ചെറുതായിട്ടൊന്ന് കടന്നു വരുന്നു. ആ ഒരു നിമിഷത്തിൽ അയാൾ തോക്കിലെ പിടിയൊന്ന് വിടുന്നുണ്ട്. ആ തക്കം മുതലെടുത്ത് കിഡ്നാപ്പർ ആ തോക്ക് പിടിച്ചു വാങ്ങിക്കുന്നു. അതിനുശേഷം അത് സ്വന്തം അച്ഛനെ നേർക്ക് തന്നെ ചൂണ്ടുന്നുണ്ട്. അപ്പോഴേക്കും സെക്രട്ടറി മിന്നിന് ബോധം വീണെങ്കിലും അദ്ദേഹം വീണെടുത്ത് തന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സൈക്കോ ആരെയോ വെടിവെക്കുന്നുണ്ട്. അത് ആരെയാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും ആ വെടിയുടെ ശബ്ദം കേട്ട് ബോധം നഷ്ടപ്പെട്ട് കിടക്കുമായിരുന്ന ഹീജുവിന് ബോധം വീഴുന്നു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴേക്കും അടുത്ത് തന്നെ കിഡ്നാപ്പറുടെ പാട്ട് കേൾക്കുന്നു. അങ്ങനെ അവൾ അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. അവൻ തൊട്ടടുത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അവൾ അവനെ ചെറുതായിട്ട് കാണുകയും ചെയ്യുന്നു. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി തന്നെ അവളെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീജുവിനെ അവിടെ നിന്ന് നനങ്ങാൻ പോലും കഴിയുന്നില്ല. ഈ സമയത്താണ് സാമോന്റെ വണ്ടി അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഹീജു രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ഓടുന്നു. അവൾ ഓടിപ്പോകുന്നത് സൈക്കോ കാണുന്നുണ്ട്. വരുന്ന വണ്ടിയും കാണുന്നു. അതുകൊണ്ട് അവൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നു. സാമോൻ വണ്ടി നിർത്തി ഹീജുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഹീജു ഇനി ഒരിക്കലും അവനെ കാണാൻ കഴിയുമെന്ന് കരുതിയിരുന്നതല്ല. അങ്ങനെ അവളും അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോഴേക്കും ഓഫീസേഴ്സും പിന്നാലെ അവിടെ എത്തുന്നുണ്ട്. സാമോൻ വേഗം ഹീജുവിനെ വണ്ടിക്കുള്ളിൽ കൊണ്ടിരുത്തിയിട്ട് തിരികെ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവൻ അടുത്തുണ്ട്, അവന്റെ കയ്യിൽ ഗണ്ണുണ്ട് എന്നുള്ള വിവരം അവൾ പറയുന്നത്. പക്ഷെ സാമോനോടും ഹീജുവിനോടും തിരികെ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ബാക്കിയുള്ള ഓഫീസേഴ്സിനോട് അവനെ തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ ഓർഡർ നൽകുന്നു. സാവോനും ഹീജുവും വണ്ടിയിൽ കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നിലായി സൈക്കോ തോക്കുമായി ചാടി വീഴുന്നു. സാവോനോട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് അയാൾ പറയുന്നുണ്ട്. ഹീജു സാവോനോട് പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ പുറത്തേക്ക് ഇറങ്ങി വരരുത് എന്ന് ഹീജുവിനോട് പറഞ്ഞിട്ട് സാവോൻ പുറത്തേക്ക് ഇറങ്ങുന്നു. നിന്റേതായിട്ടുള്ള ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എനിക്കതൊന്നും വേണ്ട, നീ അതെല്ലാം നിനക്ക് തിരികെ തരാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ സാവോൻ അവനോട് പറഞ്ഞു നോക്കുന്നുണ്ട്. ശരിയാണ്, നിനക്ക് അതൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. നീ ആകെ ആഗ്രഹിക്കുന്നത് ഹീജുവിനോടൊപ്പം സന്തോഷത്തോടുള്ള ഒരു ജീവിതമാണല്ലോ. പക്ഷെ അങ്ങനെ സന്തോഷമായി ജീവിക്കാനുള്ള അർഹത നിനക്കില്ല. കാരണം നീ ആ ക്രൂരനായ ജാങ്ഹോയുടെ മകനാണ്. അയാളുടെ പാപത്തിന്റെ ഫലം നീയും അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് സൈക്കോ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് രഹസ്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡിറ്റക്റ്റീവും അവർക്ക് പിന്നാലെ വണ്ടിയിലെത്തിയിരുന്നു. ഇങ്ങനെ സാവന്റെ വണ്ടി കുറച്ച് മുന്നിലായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അപകടം മനസ്സിലാവുന്നു. ഉടനെ തന്നെ അദ്ദേഹം വയർലെസ്സിലൂടെ ബാക്കപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. സൈക്കോ സാവനോട് എന്താണ് പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല. പക്ഷെ എന്തായാലും സാവോൻ അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് കേട്ടതോടെ അവൻ വല്ലാതെ നിരാശനായതുപോലെ ആവുന്നു. വളരെയധികം വിഷമത്തോടെ തിരിഞ്ഞ് ഹീജുവിനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ഈ എക്സ്പ്രഷൻ കണ്ടപ്പോൾ സൈക്കോയ്ക്ക് ശരിക്കും തന്റെ ലക്ഷ്യം സാധിച്ചതുപോലെയായിരുന്നു. അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് ആവശ്യപ്പെട്ട ബാക്കപ്പ് പോലീസ് ഓഫീസേഴ്സും അങ്ങോട്ട് എത്തുന്നു. എല്ലാവരും കൂടി ആയുധങ്ങളുമായി അവരെ വളയുന്നുണ്ടെങ്കിലും ഇവന്റെ കൈവശം തോക്കുള്ളതുകൊണ്ട് അവർ അടുത്തേക്ക് ചെല്ലാൻ മടിച്ചു നിൽക്കുകയാണ്. സാമോൻ ഇപ്പോഴും തല ഉയർത്തി നോക്കാൻ പോലും കഴിയാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. സൈക്കോയോട് തോക്ക് താഴെയിടാൻ പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാതെ സാമോന് നേരെ വീണ്ടും തോക്ക് ചൂണ്ടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെടിയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അവൻ ആരെയാണ് വെടിവെച്ചതെന്നോ ആർക്കാണ് അപകടം സംഭവിച്ചതെന്നോ ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ തനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും അവനെ മുമ്പ് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നതാണ് എന്നുമൊക്കെ അവനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ തങ്ങളുടെ ജീവിതം മറ്റൊരു രീതിയിലാകുമായിരുന്നു എന്നൊക്കെ ഹീജു ചിന്തിക്കുന്നതിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്ത് സാമോൻ ഒരു തവണ അവളെ ഒരു പട്ടിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നല്ലോ. ആ സമയത്ത് തന്നെ
അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നതാണ്. പക്ഷെ ഒരിക്കലും അത് തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. അങ്ങനെ ഞാൻ അന്നേ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നതാണ് എന്നൊക്കെ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ 3 വർഷവും സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഹീജു ഇപ്പോൾ തനിച്ചിരുന്ന് ചിന്തിക്കുകയാണ്. സാമോൻ ഇപ്പോൾ അവൾക്കൊപ്പം ഇല്ല. അവൻ എവിടെയാണെന്ന് അവൾക്കൊട്ട് അറിയുകയുമില്ല. അവൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നതുമില്ല. അവനിപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു ഇന്റർനാഷണൽ കോൾ വരുന്നുണ്ട്. പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് മറുഭാഗത്ത് നിന്ന് മറുപടിയൊന്നും കേൾക്കുന്നില്ല. സാവോനായിരിക്കും അതെന്ന് കരുതി ഇത് നീയാണോ എന്ന് ഹീജു ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.